വെൽക്കം ടു അബീസ് ഫിസിക്സ്. നമ്മൾ 10ാം ക്ലാസ്സിലെത്തി. ഇപ്പോൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അതായത് 10ാം ക്ലാസ് നല്ല മാർക്കോടെ പാസ്സാവണം, A+ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്, A+ കിട്ടിയില്ലെങ്കിൽ A എങ്കിലും കിട്ടണം, അതല്ലെങ്കിൽ തൊട്ടടുത്ത B+ എങ്കിലും എല്ലാ സബ്ജക്റ്റിലും കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാക്കളുടെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കുറച്ചൊരു എളുപ്പത്തിൽ ഇങ്ങനെ കടന്നു പോകാമായിരുന്നു. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ചൊരു സീരിയസ്നെസ് വേണം. ഇതൊരു നാഴികക്കല്ലാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു വിദ്യാഭ്യാസ ഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ഇവിടെ വച്ച് ഞാൻ ഒരു വളവിൽ എത്തി നിൽക്കുകയാണ്. അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നുള്ള ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലെങ്കിലും എങ്ങോട്ട് തിരിയണം എന്ന് ഒരാൾ പറഞ്ഞു തരേണ്ട ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന അറിവുകൾ, അതേപോലെ നമുക്ക് ലഭിക്കുന്ന പല ഇൻപുട്സും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തരുന്നോ അതൊക്കെ നമുക്ക് സഹായകരമാകും. അപ്പോൾ ഇവിടെ നമുക്ക് വിഷയങ്ങളും നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങളിലും കുറച്ചൊന്ന് ആഴത്തിൽ പോകേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫിസിക്സ് എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫിസിക്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ കുറെ മുമ്പോട്ടൊന്നും പോകണ്ട. 8ാം ക്ലാസ്സിൽ പഠിച്ചതും 9ാം ക്ലാസ്സിൽ പഠിച്ചതും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. 8ാം ക്ലാസ്സിൽ നമ്മൾ അളവുകളും തൂക്കങ്ങളും പഠിച്ചിരുന്നു, അളവുകളും അവയുടെ യൂണിറ്റുകളും പഠിച്ചിരുന്നു, ബലം പഠിച്ചിരുന്നു, കാന്തികത പഠിച്ചിരുന്നു. ഓക്കെ. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഫിസിക്സ് എന്ന രൂപത്തിൽ പഠിക്കാൻ തുടങ്ങിയത്, ഭൗതികശാസ്ത്രം എന്ന രൂപത്തിൽ പഠിക്കാൻ തുടങ്ങിയത് 9ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സ് പഠിച്ചെങ്കിലും അത് അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പഠിച്ചത്. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ നിങ്ങൾക്ക് 3 പുസ്തകമായിട്ട് തന്നെ വേർതിരിച്ചിട്ടുണ്ടാവും. ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം എന്നിങ്ങനെ 3 വിഭാഗങ്ങളാക്കി മാറ്റിയിട്ട്. അപ്പൊ ഇവിടെ നമ്മള് 10ാം ക്ലാസ്സിലെത്തുമ്പോഴും ഈ വിഭാഗങ്ങള്, സയൻസിലെ ഈ 3 വിഭാഗങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഭൗതികശാസ്ത്രം വേറെ, രസതന്ത്രം വേറെ, ബയോളജി വേറെ. ഈ ഭൗതികശാസ്ത്രത്തില് നമ്മള് 9ാം ക്ലാസ്സിൽ പഠിച്ചത് ചലന നിയമങ്ങളും അതേപോലെ കറണ്ടിന്റെ, ഇലക്ട്രിക് കറണ്ടിന്റെ, വൈദ്യുത പ്രവാഹത്തിന്റെ ചില എഫക്റ്റുകളും ഒക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതില് 1ാമത്തെ അധ്യായമാണ് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇതാണ് നമുക്ക് 10ാം ക്ലാസ്സില് 1ാമത്തെ അധ്യായമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ തുടങ്ങല്ലേ. ഫിസിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ അതിലേക്ക് കുറച്ചൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫില്, നമ്മുടെ നിത്യ ജീവിതത്തിലെ കുറെ കാര്യങ്ങളാണ് ഫിസിക്സിൽ പറയുന്നത്, ഭൗതികശാസ്ത്രത്തിൽ പറയുന്നത്. അതിന്റെ ഉപയോഗങ്ങളും, അതായത് ഭൗതികശാസ്ത്രം ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങൾ നമ്മൾ ഭൗതികശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അതായത് 10ാം ക്ലാസ് നമുക്ക് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളാണ് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമായതുകൊണ്ട് കുറച്ചൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നന്നായിട്ട് ഫിസിക്സ് പഠിക്കാൻ കഴിയും. അതിലും നന്നായിട്ട് നമുക്ക് വളരെ നല്ല മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മളൊരു ഉദാഹരണത്തിന് നമ്മുടെ അടുക്കളയിലേക്ക് ഒന്ന് ഇങ്ങനെ പോയി നോക്കാം. അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ
വെളിച്ചമുണ്ട്, അടുക്കളയിൽ വെളിച്ചമുണ്ട്. രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ലൈറ്റ് ഇട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാതാവ് അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അമ്മ ഇവരാരെങ്കിലും കുറച്ച് തേങ്ങ ചിരവിയിട്ട് മിക്സിയിലിടുന്നുണ്ടാവും. മിക്സിയിലിട്ടിട്ട് അത് അരക്കുന്നുണ്ടാവും. ആ അരക്കുന്ന അതേ സമയത്ത് തന്നെ അല്പം വെള്ളം എടുത്തിട്ട് ഒരു കെറ്റില് ചൂടാക്കുന്നുണ്ടാവും. വെള്ളം ചൂടാക്കുന്ന അതേ സമയത്ത് തന്നെ അപ്പുറത്ത് മറ്റൊരു റൂം, ഇതിന്റെ തൊട്ടടുത്ത വർക്ക് ഏരിയയില് കുറച്ച് വെള്ളം ഇങ്ങനെ എവിടെയൊക്കെ വീഴുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത് വാഷിംഗ് മെഷീനിലേക്കാണ്. അപ്പൊ നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് ഇന്ന് ഒരു യന്ത്രത്തിന്റെ ലോകമായിട്ട് മാറിയിരിക്കുകയാണ്. പലതരം യന്ത്രങ്ങളും ഉള്ള ഒരു ലോകമാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ യന്ത്രങ്ങളിലൊക്കെ നമുക്ക് അതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഒരു സംഗതി വേണം. ഏതാണത്? അതാണ് വൈദ്യുത പ്രവാഹം. അതായത് ഇലക്ട്രിക് കറന്റ് വേണം ഈ പറഞ്ഞ ഉപകരണങ്ങൾ എല്ലാം പ്രവർത്തിക്കണമെങ്കിൽ. മിക്സി പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിക് കറന്റ് വേണം. അതേപോലെ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിക് കറന്റ് വേണം. ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിക് കറന്റ് വേണം. ലൈറ്റ് പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിക് കറന്റ് വേണം. ഫാൻ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിക് കറന്റ് വേണം. അപ്പോ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ വളരെ വലിയൊരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ എഫക്റ്റ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ ആ ഒരു അറിവിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ ഇപ്പൊ നമ്മള് പഠിച്ചു കഴിഞ്ഞതില് അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം, ഇപ്പൊ നമ്മള് അടുക്കളയിൽ പോയപ്പോ നമ്മൾ ആദ്യം കണ്ടത് ബൾബാണ്. ഈ ബൾബില് നമുക്കറിയാം എന്തായി മാറുന്നു. നമ്മൾ സ്വിച്ച് ഇട്ടപ്പോഴാണ് അതില് വൈദ്യുതി എത്തി. പക്ഷെ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന വൈദ്യുതി അല്ല, പ്രകാശമാണ് തിരിച്ചു കിട്ടുന്നത്. അതായത് വൈദ്യുത ഊർജം എന്ത് ഊർജമായിട്ട് മാറി? പ്രകാശ ഊർജമായിട്ട് മാറി. ഓക്കെ, അതായത് ഒരു തരത്തിലുള്ള ഊർജം മറ്റൊരു തരത്തിലുള്ള ഊർജമായിട്ട് മാറി. ഇനി അതേപോലെ നമ്മള് മിക്സി ഓൺ ആക്കുമ്പോൾ അവിടെയും വൈദ്യുതിയാണ് ഒന്നാമത്തെ ഊർജമായിട്ട് വരുന്നത്, വൈദ്യുത ഊർജം. പക്ഷെ പ്രകാശോർജമായിട്ടല്ല മാറണേ. അവിടെ മിക്സിയിൽ സാധനങ്ങളൊക്കെ കൂടി ഇങ്ങനെ അരയാണ് ചെയ്യുന്നത്. അതായത് അത് യാന്ത്രിക ഊർജമായിട്ട് മാറി. ഒന്നാമത്തേല് ഇലക്ട്രിക് കറന്റ് അതിലേക്ക് പോയി, അതായത് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് പോവും, അത് പ്രകാശ ഊർജമായിട്ട് മാറുന്നു, ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. രണ്ടാമത്തേല് ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. മിക്സിയിൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇനി വാഷിംഗ് മെഷീനിലും അത് തന്നെയാണ് ചെയ്യുന്നത്. വാഷിംഗ് മെഷീനിൽ നമ്മൾ സ്വിച്ച് ഇടുന്നതോടുകൂടി ഇലക്ട്രിക്കൽ എനർജി പ്രവഹിക്കുന്നു. ഇലക്ട്രിക്കൽ എനർജി ആ വാഷിംഗ് മെഷീനിലെ വസ്ത്രങ്ങൾ മുഴുവൻ അലക്കിയെടുക്കുന്നു. അപ്പോൾ അവിടെ യാന്ത്രികത ഊർജമായിട്ടാണ് മാറുന്നത്. യാന്ത്രിക ഊർജം മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇങ്ങനെ നമ്മുടെ വീട്ടിലെ ഏത് ഉപകരണം എടുക്കുകയാണെങ്കിലും അതിലെല്ലാം ഇലക്ട്രിക്കൽ എനർജി മറ്റൊരു തരത്തിലുള്ള എനർജി ആയിട്ട് മാറുന്നു. അപ്പോ നിങ്ങൾ അതൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അതിൽ ഓരോന്നിലും ഈ ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജി ആയിട്ടാണ് മാറുന്നത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് എഴുതി വെക്കാം. ഇനി നമുക്കിതിന് ഒന്നാമത് പഠിക്കാനുള്ളത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടില് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം അഥവാ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. താപഫലം എന്തൊക്കെയാണ് ഇതില് ഉണ്ടാക്കുന്നത് എന്നുള്ളത്, വൈദ്യുതി എന്തൊക്കെ താപഫലങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. നിത്യ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് താപഫലം തരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പ് പലർക്കും ഒരു ശീലമുണ്ട്. എന്ത് ചെയ്യുന്നു, നമ്മുടെ വസ്ത്രങ്ങളൊന്ന് ഇസ്തിരി ഇടും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇസ്തിരിപ്പെട്ടി, ഇലക്ട്രിക് അയൺ ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ ഹീറ്റ് എനർജി ഉണ്ടാവുന്നത് എന്നുള്ളതിന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഇലക്ട്രിക് അയണില്
ഹീറ്റ് എനർജി രൂപപ്പെടുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മളൊരു പരീക്ഷണം നടത്തുകയാണ്. അപ്പൊ പരീക്ഷണത്തിന് നമ്മൾ ഒരു നിക്രോം വയർ എടുക്കുക. ചെറിയൊരു നിക്രോം വയർ എടുക്കുന്നു. നിക്രോം വയർ, നിക്രോം എന്ന് പറയുന്നത് നിക്രോം എന്ന് പറയുന്നത് എന്തായിരുന്നു? നിക്കലും ക്രോമിയവും കൂടി ചേർന്ന ലോഹസങ്കരാണ് നിക്രോം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിക്രോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പ്രതിരോധം വളരെ കൂടുതലാണ്. റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഞാനൊരു നിക്രോം വയർ എടുത്തു, ചെറിയ നിക്രോം വയർ എടുത്തു. ഇതിലേക്ക് ഒരു 6 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തു. 6 വോൾട്ട് ബാറ്ററി നമ്മള് സർക്യൂട്ടിൽ ബാറ്ററി സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വലിയൊരു വരയും ചെറിയൊരു വരയും. ഇതിൽ വലിയ വര എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ബാറ്ററിയുടെ പോസിറ്റീവ് ആണ്. ചെറിയ വര എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്. നമുക്കറിയാം പോസിറ്റീവ് സംഖ്യയാണ് എപ്പോഴും വലിയത് എന്ന് പറയുന്നത്. അതുകൊണ്ട് വലുത് പോസിറ്റീവ്, ചെറുത് നെഗറ്റീവ്. ഓക്കെ, അപ്പോ പോസിറ്റീവ് നെഗറ്റീവ് സൂചിപ്പിക്കൽ, പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സർക്യൂട്ടില്. ഇനി ഇവിടെ നമ്മള് ഒരു സ്വിച്ചും കൂടെ സൂചിപ്പിക്കും. അതായത് ഇത് അമർത്തുമ്പോഴാണ് ഇവിടെ ഈ സർക്യൂട്ട് ഫുൾ ആവുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സർക്യൂട്ട്, ഒരു പരീക്ഷണം നമ്മൾ നടത്തുകയാണ്. ഒരു 6 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സ്വിച്ച് ഓൺ ആക്കുന്നു. സ്വിച്ച് ഓൺ ആക്കുന്നതോടുകൂടി ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. വൈദ്യുതി പ്രവഹിച്ച് ഈ നിക്രോം വയറിലൂടെ കടന്നു പോകുന്നു. ആ നിക്രോം വയറിലൂടെ കടന്നുപോയി അല്പനേരം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നിക്രോം വയറ് ചുട്ട് പഴുത്ത് അതിൽ നിന്ന് ഒരു ചൂട് പ്രവഹിക്കാൻ തുടങ്ങും. അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇവിടെ 6 വോൾട്ട് ബാറ്ററി നമ്മള് ഈ സ്വിച്ച് അമർത്തിയോടുകൂടി, 6 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്ത സ്വിച്ച് അമർത്തിയോടുകൂടി ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കാൻ തുടങ്ങി. വൈദ്യുതി പ്രവഹിച്ചപ്പോൾ ഈ നിക്രോം വയറ് ചൂടായി, അല്ലെങ്കിൽ നിക്രോം വയറിന്റെ പ്രതിരോധം കാരണം അതിലൂടെ വൈദ്യുതി പ്രവഹിക്കാൻ കുറച്ച് സമയമെടുക്കും. ആ പ്രതിരോധത്തിലൂടെ അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കാൻ എടുക്കുന്ന ആ പ്രതിരോധം കാരണം ഇത് ചൂടാകുന്നു. ആ ചൂടാണ് നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നത്. ഇതേ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് അയണിലും ഇസ്തിരിപ്പെട്ടിയിലും നടക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇതിന്റെ അക്രോസ് ആയിട്ട്, ഈ നിക്രോമിന്റെ അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു അമ്മീറ്ററും കണക്ട് ചെയ്ത് വെക്കാം. ഒരു അമ്മീറ്ററും കണക്ട് ചെയ്തു. വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് അളക്കാനുള്ള ഉപകരണമാണ്. അമ്മീറ്റർ എന്ന് പറയുന്നത് കറന്റ് അളക്കാനുള്ള ഉപയോഗമാണ്. വൈദ്യുത പ്രവാഹ തീവ്രത എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. അതേപോലെ വൈദ്യുത പ്രവാഹം എത്ര ഉണ്ടെന്നുള്ളത്, കറന്റ് എത്ര ഉണ്ടെന്നുള്ളതാണ് അറിയുന്നത്. അതേപോലെ ഇവിടെ വോൾട്ടേജ് എത്രയുണ്ട്, വോൾട്ടേജ് 6 വോൾട്ട് ആണ് നമുക്കറിയാം. ഇവിടെ അക്രോസ് നമുക്ക് ഏകദേശം 6 വോൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇത് എത്രയെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വോൾട്ടേജ് ഉണ്ട്, ഇതിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് കണക്കാക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മള് നിർണയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കറന്റ് എത്രയാന്നുള്ളത് വളരെ എളുപ്പം കാണാൻ സാധിക്കും. അതായത് അമ്മീറ്ററിലൂടെ പ്രവഹിക്കുന്ന കറന്റ് എത്ര, ഇവിടെ അത് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് എത്രയാന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അങ്ങനെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ എത്ര ഹീറ്റ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. I is equal to Q by T എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. I is equal to Q by T. I എന്ന് പറയുന്നത് കറന്റ് ആണ്, ഇലക്ട്രിക് കറന്റ്. Q എന്ന് പറയുന്നത് ചാർജ്, എത്ര ചാർജ് ആണ് അതിലൂടെ പ്രവഹിക്കുന്നത്. അത് T എന്ന് പറയുന്നത് സമയം, എത്ര സമയം ഇതിലൂടെ ചാർജ് പ്രവഹിക്കുന്നു എന്നുള്ളത്. അപ്പോ നമുക്ക് പ്രവഹിക്കുന്ന ചാർജിന് എത്ര സമയം പ്രവഹിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിലൂടെയുള്ള കറന്റ് എത്രയാന്നുള്ളത് നിർണ്ണയിക്കാൻ സാധിക്കും. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണ്. I is equal to Q by T എന്ന് പറയുന്നത്. ഇനി ഇവിടെ T എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ് നിൽക്കാം. 1 സെക്കൻഡ് ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറി? I is equal to Q എന്നായി മാറി. I is equal to Q. അതായത് ഇതിലൂടെ പ്രവഹിക്കുന്ന കറന്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചാർജ് എത്രയാണോ അതിന് തുല്യമായിരിക്കും പ്രവഹിക്കുന്ന സമയം 1 സെക്കൻഡ് ആണെങ്കിൽ. അപ്പൊ നമുക്ക് പറയാം
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിലൂടെ ഒരു വോൾട്ടേജ് ഒരു കറണ്ട് പ്രവഹിക്കുകയാണ്. കറണ്ട് പ്രവഹിക്കുന്നത് 1 ആംപിയർ കറണ്ട് പ്രവഹിക്കുന്നു എന്ന് വെക്കാം. 1 ആംപിയർ കറണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറണ്ട് പ്രവഹിക്കുന്നു എന്ന് കരുതാം. നമ്മൾ ഇവിടുത്തെ ഈ പോയിന്റില് ഈ നിക്രോമിന്റെ ഇവിടുത്തെ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് നമ്മൾ നിർണ്ണയിക്കാൻ പോവാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് അപ്പൊ ഇവിടുന്ന് ഇതിങ്ങനെ പ്രവഹിക്കുമ്പോൾ ഒരു ചാർജ് പ്രവഹിക്കുമ്പോൾ 1 കൂളംബ് ചാർജാണ് പ്രവഹിക്കുന്നത് കരുതാം. 1 കൂളം ചാർജ് പ്രവഹിക്കുന്നു. 1 കൂളം ചാർജ് ഇവിടെ എത്തിയിട്ട് ഇനി ഇതിലൂടെ കടന്നു പോകണം. അതിലൂടെ കടന്നു പോകണമെങ്കിൽ അവിടെ ഒരു പ്രതിരോധമാണ്, ഒരു തടസ്സമാണ്. അപ്പൊ നമ്മൾ ഒരു വർക്ക് ചെയ്യണം. അതിലൂടെ കടത്തി വിടണമെങ്കിൽ ഒന്ന് ഉന്തിത്തള്ളി വിടേണ്ടി വരും. അതായത് നമ്മൾ ഉന്തിത്തള്ളി വിടണ്ട, ഇവിടെ ചാർജ് പ്രവഹിച്ചോളും. പക്ഷെ സാധാരണഗതിയിൽ ഇവിടെ ഒരു പ്രതിരോധം ഉണ്ട്, അവിടെ തടസ്സം ഉണ്ട് തന്നെ നമ്മൾ ആ തടസ്സത്തെ മറികടക്കാൻ വേണ്ടി ഒരു തള്ളു കൊടുക്കേണ്ടത്. അപ്പൊ അതായത് ഒരു വർക്ക് ചെയ്യണം. അപ്പൊ 1 ജൂൾ ആണ് ആ വർക്ക് നിൽക്കുക. അപ്പോ 1 ജൂള് വർക്ക് ചെയ്തുകൊണ്ട് 1 കൂളം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഞാൻ നീക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീക്കുമ്പോ അതായത് 1 കൂളം ചാർജ് 1 ജൂൾ പ്രവർത്തനത്തിലൂടെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് നീക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. 1 കൂളം ചാർജിന് 1 ജൂൾ 1 ജൂൾ എനർജി ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് നീക്കുകയാണെങ്കിൽ ആ 2 പോയിന്റുകളുടെ അടുത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. 1 കൂളം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് നീക്കാൻ 1 ജൂൾ എനർജി ഊർജമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ 2 പോയിന്റുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. അതായത് 1 കൂളമ്പിനെയാണ് നമ്മളിപ്പോ നീക്കിയിരിക്കുന്നത്. 1 കൂളമ്പ് 1 കൂളമ്പിനെ നീക്കാൻ വേണ്ടി നമ്മള് 1 വോൾട്ടിന് അക്രോസ് ആയിട്ടാണ് നീക്കിയത്. 1 ജൂളാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത്. ഇവിടെ 1 കൂളമ്പിന് പകരം ചാർജ് ക്യൂവും അതേപോലെ 1 വോൾട്ടിന് പകരം വോൾട്ട് വി ആണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് W will be equal to QV. അന്നേരത്തെ 1 ജൂൾ എന്ന് കിട്ടിയോട്ട് W 1 ജൂൾ എന്ന് കിട്ടിയോട്ട് നമുക്ക് Q ഇൻറ്റു വി എന്ന് കിട്ടും. ആദ്യത്തെ നമുക്ക് 1 ഇൻറ്റു 1 എന്ന് കിട്ടുന്നത്. Q എന്ന് പറഞ്ഞാൽ 1, വോൾട്ട് എന്ന് പറഞ്ഞാൽ 1. അപ്പോ വർക്ക് എന്ന് പറയുന്നത് 1 ജൂള്. അപ്പൊ W is equal to QV എന്ന് കിട്ടി. ഇനി ഈ വർക്ക് ചെയ്യുന്നത് ആരാണ്? വർക്ക് ചെയ്യുന്നത് ആ സർക്യൂട്ടിലുള്ള ബാറ്ററി ആണ് ചെയ്യുന്നത്. ആ ബാറ്ററി നമുക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് W ചെയ്യുന്നു ഒരു നിശ്ചിത സമയം T സമയം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ആ പവർ ആ ബാറ്ററി നൽകുന്ന പവർ എന്ന് പറഞ്ഞാൽ P is equal to W by T എന്നാണ്. P is equal to W by T where W is the work, T is the time. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് എന്ന് പറയുന്നത് P into T എന്ന് എഴുതാം. P into T. P എന്ന് പറയുന്നത് പവർ ആണ്, T എന്ന് പറയുന്നത് ടൈം ആണ്. അപ്പൊ ഇവിടെ ഈ സർക്യൂട്ടില് വർക്ക് ചെയ്തത് ബാറ്ററി ആണ്. ആ ബാറ്ററി ചെയ്യുന്ന വർക്കിന് W is equal to PT എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമുക്കിവിടെ W എന്ന് പറയുന്നത് QV നമുക്ക് അറിയാം. QV. അപ്പൊ ഇവിടെ നമ്മൾ അത് ഇക്വേഷനിൽ ഈ ഇക്വേഷനിൽ നമ്മള് ഒന്നാമത്തെ ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ P is equal to QV by T. W ന് പകരം QV എന്ന് കൊടുത്തു. അപ്പൊ QV by T എന്ന്. ഇനി Q by T എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. I is equal to Q by T എന്ന്. I is equal to Q by T. അപ്പൊ ഇതിന് പകരം Q by T ക്ക് പകരം നമ്മൾ I എന്ന് കൊടുക്കാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് I into V എന്നായി. അതായത് പവർ ഈസ് ഈക്വൽ ടു I into V. കറണ്ട് അതിലൂടെയുള്ള ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഇൻറ്റു അതിലുള്ള വോൾട്ടേജ് എത്രയാണെന്ന്. പവർ ഈസ് ഈക്വൽ ടു I into V. ഇനി പവർ എന്ന് പറയുന്നത് W by T ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് P into T എന്ന് എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ
ഇവിടെ ഞാൻ പവറിനെ മാറ്റി എഴുതാണ്. പവർ എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയം കൊണ്ട് ചെയ്യുന്ന വർക്കാണ്. അപ്പൊ 1 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ P=W/T എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ സമയം T ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയം T ആണെങ്കിൽ P=W/T എന്ന് പറഞ്ഞു. P=W/T. W എന്ന് പറയുന്ന വർക്കാണ്. നമ്മൾ T സമയമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പറയാം P×T. ഇവിടെ ഞാൻ P എന്ന് പറയുന്നത് P×T = വർക്ക് എന്നാണ് അല്ലെ. P×T = വർക്ക്. അപ്പൊ ഇവിടെ നമുക്ക് P=I×V എന്ന് കിട്ടിയിട്ടുണ്ട്. I×V എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് PT നേടുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ വർക്ക് നേടുന്നത് ഇത് W=PT എന്ന് എഴുതാം. W=PT. അങ്ങനെയാണെങ്കിൽ W P×T എന്ന് പറയുന്നത് I×V×T എന്നായി. അപ്പൊ വർക്ക് I×V×T എന്ന് എഴുതാം. W നമുക്ക് ഇങ്ങനെ VIT അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും പ്രശ്നമില്ല. W VIT, അതായത് വർക്ക് ഡൺ വോൾട്ടേജ് കറന്റ് ടൈം. W VIT. ഇനി നമ്മള് ഓംസ് ലോ പ്രകാരം മറ്റൊന്ന് പഠിച്ചിട്ടുണ്ട്. ഓംസ് ലോ 9ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ ഓംസ് ലോ പഠിച്ചിരുന്നു അല്ലെ. ഓംസ് ലോ എന്താ ഓംസ് ലോയിൽ പറയുന്നത്? ഓംസ് ലോയിൽ പറയുന്നത് നമുക്കറിയാം V/I R എന്നാണ്. V/I R. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറന്റ് R, റെസിസ്റ്റൻസ്, പ്രതിരോധം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിക്ക് പകരം V എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ എഴുതാം? V/I R എന്ന് എഴുതാം. അതായത് ഇത് അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഡിവൈഡ് ബൈ എന്നുള്ള ഇൻഡു എന്നാവും. V/I R എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വിക്ക് പകരം IR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മാറും? W IR×IT എന്നാവും. അപ്പോ W I²RT എന്നാവും. അതായത് വർക്ക് ഡൺ സ്ക്വയർ ഓഫ് ദി കറന്റ് റെസിസ്റ്റൻസ് ടൈം. സോ W I²RT. അതായത് വർക്ക് ചെയ്ത വർക്കാണ് പറയുന്നത്. ഒരു വസ്തുവിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് എന്ന് പറയുന്നത് I²RT ആയിരിക്കും. ഇങ്ങനെ I²RT എന്ന് പറയുന്ന ഈ വർക്ക് ആ ഒരു സർക്യൂട്ടില് എന്തായിട്ട് മാറുന്നുണ്ട്? നമ്മളിപ്പോ കണ്ട സർക്യൂട്ടില് താപോർജമായിട്ടാണ് മാറുന്നത്. അതായത് ഹീറ്റ് ആയിട്ടാണ് മാറുന്നത്. അവിടെ ഊർജം എന്ന് പറയുന്ന വൈദ്യുത ഊർജം താപോർജമായിട്ട് മാറുന്നു. ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നമ്മൾ അവിടെ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം W എന്ന് പറയുന്ന പകരം നമ്മൾ H എന്ന് ഉപയോഗിക്കുന്നു. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് I²RT. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് I²RT. അപ്പൊ ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് I²RT ആയിരിക്കും. അപ്പോ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് I²RT എന്ന് കിട്ടി. ഇങ്ങനെ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിന് താപം രൂപപ്പെടുന്ന ആ പ്രതിഭാസത്തെ നമ്മൾ പറയുന്ന പേരാണ് ജൂൾസ് ഹീറ്റിംഗ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിൽ താപം രൂപപ്പെടുന്ന പ്രതിഭാസത്തെ ജൂൾസ് ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയും. ഓമിക് ഹീറ്റിംഗ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ അതിന് ഹീറ്റ് രൂപപ്പെടും, താപം രൂപപ്പെടും. അതിന് നമ്മൾ ജൂൾസ് ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയും. ജൂൾ എന്ന് പറയുന്നത് പ്രശസ്തനായ ശാസ്ത്രജ്ഞനായിരുന്നു ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു ഈ താപം രൂപപ്പെടുന്ന ഈ ഒരു പ്രതിഭാസം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ജൂൾസ് ഹീറ്റിംഗ് എന്ന് പറയുന്നു. അതേപോലെ ഈ നിയമത്തെ നമ്മൾ ജൂൾസ് നിയമം എന്നും പറയും. അപ്പൊ എന്താണ് ജൂൾസ് നിയമം എന്നുള്ളത് നമുക്കിനി നോക്കാം.